നമസ്കാരം ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഇൻ റീഹാബിലിറ്റേഷൻ മെഡിസിൻ ഡോക്ടർ പ്രസാദ് മാത്യൂസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, നമുക്കറിയാം ഈ റീഹാബിലിറ്റേഷൻ മെഡിസിൻ ആദ്യമായിട്ട് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈ റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെഡിസിൻ എല്ലാവർക്കും നമുക്കറിയാം, മെഡിസിൻ എന്താണെന്നുള്ള പദം എന്താണെന്നും അത് എന്തിനുപയോഗിക്കുന്നുണ്ടെന്നും നമുക്കറിയാം. പക്ഷേ പലപ്പോഴും ഈ റീഹാബിലിറ്റേഷൻ മെഡിസിൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? റീഹാബിലിറ്റേഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ തിരികെ കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജന്മനാലോ അല്ലെങ്കിൽ ജീവിച്ചു വരുമ്പോൾ നമുക്ക് നേരിടുന്ന രോഗങ്ങളാലും ആക്സിഡൻസ് കൊണ്ടും പലർക്കും അവരുടെ പല രീതിയിലുള്ള കഴിവുകൾ നഷ്ടപ്പെടുന്നുണ്ട്, അവർ ഡിസേബിൾഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ളവരെ പരമാവധി അവരുടെ കഴിവിൻ്റെ പരമാവധി അവരെ ഡെവലപ്പ് ചെയ്യിപ്പിക്കാനും തിരിച്ച് അവർക്കൊരു ജീവിതം കൊടുക്കുവാനും സാമൂഹികമായിട്ടും അവരുടെ തൊഴിൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് റീഹാബിലിറ്റേഷൻ മെഡിസിൻ. സബ് സ്പെഷ്യാലിറ്റീസ് ഏതൊക്കെയാണ് റീഹാബിലിറ്റേഷൻ മെഡിസിനിൽ അനുബന്ധമായിട്ട് വരുന്ന മറ്റ് സബ് സ്പെഷ്യാലിറ്റീസ്? ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ജന്മനാലെ ഉള്ള അംഗവൈകല്യങ്ങൾ തുടങ്ങി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലംസ് തുടങ്ങി നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് റീഹാബിലിറ്റേഷൻ മെഡിസിൻ. സോ അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ ജന്മനാലെയുള്ള വൈകല്യങ്ങൾ ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടിയെ ഞങ്ങളൊരു ടീമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് ആ കുട്ടിയുടെ കൈക്കോ കാലിനോ വളമുണ്ടെങ്കിൽ അത് നോക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, നടക്കാനുള്ള എബിലിറ്റി കുറവുണ്ട് നടക്കാനുള്ള എബിലിറ്റിക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്നു, ബുദ്ധിപരമായിട്ടുള്ള മാന്യമുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ. പിന്നെ കുട്ടി വളർന്നു വരുമ്പോഴത്തേന് കളിക്കാൻ തുടങ്ങുന്നു, സ്പോർട്സിൽ പങ്കെടുക്കുന്നു, ഓടിയും ചാടിയും ചെയ്യുമ്പോൾ പലതരത്തിലുള്ള സ്പോർട്സ് ഇഞ്ചുറീസ് ജോയിൻസിനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതാണ് സ്പോർട്സ് റീഹാബിലിറ്റേഷൻ. അല്പം കൂടെ പ്രായമാകുമ്പോൾ ഒരു ബൈക്ക് വാങ്ങുന്നു, ബൈക്കിൽ നിന്ന് ആക്സിഡൻസ് ഉണ്ടാകുന്നു, തലച്ചോറിന് ക്ഷതമുണ്ടാകുന്നു, നട്ടലിന് ക്ഷതമുണ്ടാക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഡിസബിലിറ്റീസിൽ അവർ ചെന്ന് പതിക്കുമ്പോൾ അവിടെയാണ് ട്രോമ റീഹാബിലിറ്റേഷൻ വരുന്നത്. പിന്നെയും കുറച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേന് ആക്സിഡൻസ് മൂലമോ അല്ലെ ഡയബറ്റീസ് മൂലമോ കയ്യോ കാലോ മുറിച്ച് കളയേണ്ട ഒരു അവസ്ഥ വരുമ്പോഴത്തേന് കൃത്രിമ കാലുകൾ അവർക്ക് കൊടുക്കണം. അതാണ് പ്രോസ്തറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് എന്നുള്ള സബ് സ്പെഷ്യാലിറ്റി വരുന്നത്. അല്പം കൂടെ പ്രായമാകുമ്പോഴത്തേന് സ്ട്രോക്ക് വരുന്നു, അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ വരുന്നു. അങ്ങനെ പല രീതിയിലുള്ള ബ്രെയിൻ ഇഞ്ചുറി വരുന്നവർക്കുള്ള അല്ലെ സ്പൈനൽ കോഡ് ഇഞ്ചുറി വരുന്ന പാരലൈസ്ഡ് ആയിട്ട് പോകുന്നവർക്കാണ് ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നു, അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസസ്, ആസ്മ, COPD ഉള്ളവർക്കുള്ളതാണ് കാർഡിയക് ആൻഡ് പൾമണറി റീഹാബിലിറ്റേഷൻ വരുന്നുണ്ട്. വാതരോഗങ്ങൾ, മസ്കുലോസ്കെലറ്റൽ ആർത്രൈറ്റിസ് പ്രോബ്ലംസ് ധാരാളം കേരളത്തിലുണ്ട്, അവർക്കുള്ളതാണ് മസ്കുലോസ്കെലറ്റൽ റീഹാബിലിറ്റേഷൻ. പിന്നെ ഫൈനലി ബേൺസ് കൊണ്ട് ഒത്തിരി ശരീരം കംപ്ലീറ്റ് 65% ബേൺസൊക്കെ വരുന്ന ഒത്തിരി കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. അവരെ റീഹാബിലിറ്റ് ചെയ്യാനാണ് ബേൺസ് റീഹാബിലിറ്റേഷൻ. ഇതാണ് ഇൻ ബ്രീഫ് അതിൻ്റെ പല സബ് സ്പെഷ്യാലിറ്റീസ്. തീർച്ചയായിട്ടും കേരളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ സാറ് പറഞ്ഞതൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അസുഖങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ളതുപോലെ ഇപ്പോൾ സ്ട്രോക്ക് പേഷ്യൻസ് ഒരുപാടുണ്ട്, ആക്സിഡൻസ് വളരെ കോമൺ ആണ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, ആക്സിഡൻസ് വളരെ കോമൺ ആണ്. കുട്ടികൾ പല ഡിസേബിൾഡ് കുട്ടികൾ ഒരുപാട് ജനിക്കുന്നുണ്ട്, അവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും വഴിമുട്ടാറുണ്ട്. കേരളത്തിൽ ഈ റീഹാബിലിറ്റേഷൻ്റെ മെഡിസിൻ്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്, നമ്മുടെ ജനങ്ങളിലേക്ക് എത്രത്തോളം ഈ റീഹാബിലിറ്റേഷൻ മെഡിസിൻ ഇറങ്ങിച്ചെന്നിട്ടുണ്ട്? പലപ്പോഴും ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഡിസേബിൾ ആയി കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ പോയി കാണുന്നു, ആ കുട്ടിക്ക് മെഡിസിൻ എന്തെങ്കിലും കൊടുക്കുന്നു, ഡോക്ടർ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളും വ്യായാമങ്ങളെക്കുറിച്ചും ഈ ബൈസ്റ്റാൻഡർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിൽ തീരുന്നതാണോ ഈ റീഹാബിലിറ്റേഷൻ മെഡിസിൻ? കേരളത്തിലെ ചില സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞാൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ഏറ്റവും അവസാനത്തെ കണക്കുകളനുസരിച്ചിട്ട് 7,93,937 ഡിസേബിൾഡ് ആൾക്കാർ കേരളത്തിലുണ്ട്. അതിൽ തന്നെ ലാർജ് നമ്പർ. അതിൽ തന്നെ 3,40,341 ജന്മനാലെ വൈകല്യങ്ങളുള്ള കുട്ടികളാണ്. അത് തന്നെ ഒരു ഹ്യൂജ് പോപ്പുലേഷൻ. അവർക്ക് ഓരോ രീതിയിലുള്ള മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം ടാക്കിൾ ചെയ്യാൻ വേണ്ടി റീഹാബിലിറ്റേഷൻ മെഡിസിൻ വളരെ അത്യാവശ്യമാണ്. കേരള പോലീസിൻ്റെ ഏറ്റവും അവസാനത്തെ കംപ്ലീറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് 2016 2017 കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതനുസരിച്ച് 4,287 പേര് മരിക്കാൻ ഇടയായിട്ടുണ്ട് കേരളത്തിൽ ആക്സിഡൻസ്, റോഡ് ട്രാഫിക് മാത്രം തന്നെ. അതിൽ തന്നെ 44,108 ആൾക്കാർക്ക് ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. ഈ 44
33,100 ആൾക്കാർക്ക് ഗുരുതരമായ ഇഞ്ചുറീസ് പറ്റിയിട്ടുണ്ട്. ബെഡ് റിഡൻ. അത് ഞങ്ങളുടെ യൂണിറ്റിൽ തന്നെ നോക്കിയാൽ ഞങ്ങൾ 7 മാസത്തെ കണക്കുകൾ നോക്കിയപ്പോൾ 7 മാസത്തിൽ ന്യൂറോ സർജറി തന്നെ പുതിയ പേഷ്യൻസ് 340 പേഷ്യൻസ് കിട്ടിയിട്ടുണ്ട്. അത് കേരളത്തിൽ ICU ഉള്ള ഒരു ആശുപത്രിയിലെ കണക്കാണ്. 100 കണക്കിന് ആശുപത്രികളുള്ള ഈ കേരളത്തിൽ ഈ ഹെഡ് ഇഞ്ചുറി മാത്രം ഞങ്ങൾക്ക് 340 കിട്ടി 7 മാസത്തിനകത്ത്. വലിയൊരു പോപ്പുലേഷൻ കേരളത്തിൽ ഹെഡ് ഇഞ്ചുറി ആയിട്ട് ഈ ന്യൂറോ സർജറി ന്യൂറോളജി എല്ലാം കഴിഞ്ഞിട്ട് 3 മാസം കഴിയുമ്പോഴത്തെ കൂടുതലൊന്നും ചെയ്യാനില്ല, വീട്ടിൽ കൊണ്ട് കിടത്തിക്കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അവർ വീട്ടിൽ ചെന്ന് ന്യൂമോണിയ, പ്രഷർ സോറ്, കിഡ്നി ഫെയിലിയർ ആയിട്ട് അവരങ്ങ് മരിക്കുകയാണ്. അവർക്കൊരു ജീവിതമില്ല. പക്ഷേ ഇന്ന് അവർക്കങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. അവരെ വീണ്ടും ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നടത്തിച്ച് അവർക്ക് വീൽ ചെയറിലാക്കി അവരെ വീണ്ടും ജോലിയിലേക്ക് പോകാനും സമൂഹത്തിലെ എല്ലാ ഫങ്ഷൻസും പങ്കെടുക്കാനും ഉള്ള എല്ലാ ടെക്നോളജിയും ഫെസിലിറ്റീസും ഉള്ളപ്പോൾ കേരളത്തിന് വലിയൊരു നീഡാണ്. വാതരോഗത്താൽ എത്രയോ പ്രായമുള്ളവർ വീട്ടിന് വെളിയിറങ്ങാതെ കിടക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. അവർ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് വീണ്ടും എല്ലാ സോഷ്യൽ ഫങ്ഷനും അവരെ പങ്കെടുപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ശ്വാസം മുട്ടലുകൊണ്ട് നടക്കാൻ മേലാതെ, കാർഡിയക് ഫെയിലിയർ കൊണ്ട് കടക്കാൻ മേലാതെ കാർഡിയക് ആൻഡ് പൾമണറി റീഹാബിലിറ്റേഷൻ ചെയ്യാമെങ്കിൽ അവരെ വീണ്ടും അവർക്കൊരു ജീവിതം കൊടുക്കാൻ പറ്റും. ഇന്ന് കേരളത്തിൽ ഏറ്റവും ആവശ്യമുള്ളൊരു സ്പെഷ്യാലിറ്റി ഇതാണ്. കാരണം അക്യൂട്ട് കെയറും വെസ്റ്റേൺ വേൾഡ് ഇവിടെ നമ്മൾ ഏകദേശം ഒരുപോലെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് കഴിഞ്ഞുള്ള കെയർ കേരളത്തിൽ വളരെ വളരെ അത്യാവശ്യമാണ് ഈ സ്പെഷ്യാലിറ്റി. തീർച്ചയായിട്ടും ഈ ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരുപാട് പേര് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ഈ സ്ട്രോക്കിൻ്റെ ഗോൾഡൻ അവേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പല പ്രാവശ്യം ഈ ചർച്ചകളിലൂടെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും പലപ്പോഴും പേഷ്യൻസ് എത്താറില്ല എന്നുള്ളതാണ് സത്യം. ആ ഗോൾഡൻ അവേഴ്സിൽ പേഷ്യൻസ് അവിടെ എത്താറില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പേരൻസോ അല്ലെങ്കിൽ വളരെ അടുത്തറിയാവുന്ന ആൾക്കാരൊക്കെ സ്ട്രോക്ക് ബാധിച്ചിട്ടുള്ളവരോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നവരോ ഡോക്ടേഴ്സോ ഒക്കെയാണ് പലപ്പോഴും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു സ്ട്രോക്ക് ബാധിച്ച ഒരാളുമായിട്ട് 3 hours ഗോൾഡൻ അവേഴ്സിനകത്ത് ഒരു ഹോസ്പിറ്റലിൽ എത്തുക എന്ന് പറയുന്നത്. പലപ്പോഴും കൂടുതൽ പേഷ്യൻറ്റും ആ റീഹാബിലിറ്റേഷൻ തന്നെയാണ് ഏറ്റവും, അല്ലെങ്കിൽ ലോങ് ടൈം റീഹാബിലിറ്റേഷൻ പ്രോസസ്സിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. ഈ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ എത്രത്തോളം പ്രാധാന്യം ഇന്ന് കേരളത്തിലുണ്ട്? സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ ഞങ്ങളുടെ കിംസിലെ സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കുക, ആവറേജ് ഒരു 1 അല്ലെങ്കിൽ 2 പേഷ്യൻസ് എല്ലാ ദിവസവും ഞങ്ങൾക്ക് പുതിയ സ്ട്രോക്കായിട്ട് കിട്ടുന്നുണ്ട്. സോ 360 ദിവസം നോക്കിക്കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 700 പുതിയ പേഷ്യൻസ് ട്രിവാൻഡ്രം കിംസിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാ വർഷവും കിട്ടുന്നുണ്ട്. ഇതിൽ തന്നെ നമുക്ക് എത്രത്തോളം പേഷ്യൻസ് നമുക്ക് കറക്റ്റ് സമയത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടി ത്രോംബലൈസ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാമെങ്കിൽ ആ എക്സ്റ്റെൻറ്റ് ഓഫ് ഡാമേജ് ഒരു പരിധി വരെ നമുക്കത് പ്രിവെൻറ്റബിൾ ആണ്. പക്ഷേ എന്നാലും ഒരു ലാർജ് മെജോറിറ്റി ഓഫ് പേഷ്യൻസിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡാമേജ് വരും. അവർക്ക് ഒരു സൈഡിൽ മുഴുവൻ തളർന്നു പോയോ, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുകയോ, അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു ഹ്യൂജ് പോപ്പുലേഷൻ ഉണ്ട്. അതിൽ ഈ ആശുപത്രിക്കകത്തുള്ളതും ആശുപത്രിക്ക് ശേഷമുള്ള ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവർക്ക് വീണ്ടും ഇവരുടെ ഫാമിലീസിനും ഒരു ജീവിതം തിരിച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും അതിലേക്ക് തിരിച്ചു പോകാം. ചെറിയൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റീഹാബിലിറ്റേഷൻ മെഡിസിനെ കുറിച്ചാണ്. ഡോക്ടർ പ്രസാദ് മാത്യൂസ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. സാർ, റീഹാബിലിറ്റേഷൻ മെഡിസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു സ്ട്രോക്ക് വന്നു, പലപ്പോഴും കാണാറുള്ളത് ഒരു സ്ട്രോക്ക് വന്നു, ഒരു ഡോക്ടറെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അവിടെ ത്രോംബലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു ഗോൾഡൻ അവേഴ്സിൽ അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ അവിടെ നിന്ന് എടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പതുക്കെ ബാക്കിയുള്ള ഒരു പേഷ്യൻ്റ് സ്റ്റേബിൾ ആവുന്ന ഒരു സമയത്തേക്ക് എത്തുകയും ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുന്നതിനകത്തുള്ളൊരു സമയത്ത് പേഷ്യൻ്റ് വീട്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യും. വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകൾ ഈ ബൈസ്റ്റാൻഡർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ സാധാരണ ഒരു ഹോസ്പിറ്റൽ. ഞാൻ പറയുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ കുറിച്ചല്ല, സാധാരണ നമ്മളൊരു പബ്ലിക് ഹെൽത്ത് സെൻ്റർ ആയി കഴിഞ്ഞോട്ടെ, ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിക്കോട്ടെ ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുന്നത്. ഇത് മതിയാകുമോ ഒരു സ്ട്രോക്ക് ബാധിച്ച ഒരാൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാൻ? അതുപോരാ. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ സ്പെഷ്യാലിറ്റിയും ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ റീഹാബിലിറ്റേഷൻ യൂണിറ്റ് ഫോം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന് ഹോസ്പിറ്റലിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ്, ഒന്ന് അതിനുശേഷം വീട്ടിൽ പോകുമ്പോൾ ഉള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ. ഹോസ്പിറ്റലിനകത്തുള്ള ട്രീറ്റ്മെൻറ്റ് 2 ഫേസായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ആ ന്യൂറോളജിക്കൽ സ്റ്റിമുലേഷൻ, ആ പേഷ്യൻറ്റിൻ്റെ കഴിവുകളെ പരമാവധി തിരിച്ച് വെളിയിൽ കൊണ്ടുവരാനുള്ള സ്റ്റിമുലേഷൻ സ്ട്രാറ്റജീസ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു വെള്ള വാൾ ഉള്ള ഒരു ICUവിൽ വെള്ള കർട്ടൻ, വെള്ള സാരി ധരിച്ച നഴ്സുമാർ, എന്നിട്ട് പ്രായമുള്ള ഒരാളിനെ അവിടെ കൊണ്ട് കിടത്തി കഴിഞ്ഞാൽ
ഒരു 48 മണിക്കൂറിനകത്ത് മിക്ക പേഷ്യൻസും കംപ്ലീറ്റ്ലി സ്ഥലകാല ബോധമില്ലാതെ പിച്ചും പേയും പറയാൻ തുടങ്ങും. ICU സൈക്കോസിസ് എന്ന് പറയും. ഇത് വളരെ ക്ലിയറായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ആദ്യമേ ഭിത്തികളുടെ വെള്ള കളർ മാറ്റുക, കട്ടൻസ് കളർഫുൾ ആക്കുക, എന്നിട്ട് നഴ്സസിൻ്റെ യൂണിഫോം ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ, ലൈറ്റ് വയലറ്റ് കളേഴ്സ് ആക്കി കൊടുക്കുക. ഡോക്ടേഴ്സ് ഞങ്ങൾ യൂണിഫോം അല്ല, ഈ നോർമൽ ഡ്രസ്സിൽ തന്നെ അവിടെ പോകുന്നത്. നല്ല വിൻഡോ ഉള്ള ഒരു സ്ഥലത്തായിരിക്കും പേഷ്യൻറ്റിനെ കിടത്തുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിന് പകലും രാവും മനസ്സിലാവും. വെളിയിലേക്കൊരു വ്യൂ വേണം, ഒരു പ്രിഫറബിളി ഒരു ഗാർഡൻ വ്യൂ വേണം. അതാണ് ഇപ്പോഴത്തെ കൺസെപ്റ്റ്, ഗാർഡൻ തെറാപ്പി എന്ന് പറയും. പേഷ്യൻസിന് അത് ഭയങ്കരമായിട്ടൊരു സ്റ്റിമുലേഷനാണ്, ഒരു ഓറിയൻറ്റേഷൻ കിട്ടും പകലും രാത്രിയായിട്ടുള്ളത് തന്നെ. പേഷ്യൻസിൻ്റെ ടേബിളിൽ ഞങ്ങളൊരു സ്ക്രീൻ വെച്ചിട്ട് അതിനകത്ത് കോഗ്നിറ്റീവ് അല്ലെ കമ്മ്യൂണിക്കേഷൻ ബോർഡ് എന്ന് പറയും. അതിൻ്റെ മേളിൽ ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്, ഇത്രാം തീയതിയാണ്, ഇത്ര വർഷമാണ്, നിങ്ങൾ ഇപ്പോൾ കിടക്കുന്ന കിംസ് ഹോസ്പിറ്റലാണ്, നിങ്ങളുടെ പേര് ഇതാണ്. അതുകൂടാതെ അതിൻ്റെ ഒരു സൈഡിൽ മറ്റേ സൈഡിൽ വീട്ടിൽ നിന്ന് പേഷ്യൻസിനെ കൊണ്ടുവരാൻ പറയും, പഴയ ഫോട്ടോസ് കൊണ്ടുവരാൻ പറയും. സോ രാവിലെ പേഷ്യൻ്റ് കണ്ണ് വേറൊരു വലിയ ക്ലോക്കും കാണും. സോ പേഷ്യൻ്റ് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ ഈ വൈറ്റ് വോൾ ഒരു കേജിനകത്ത് കിടക്കുന്നതിന് പകരം ആദ്യമേ സമയം കാണുന്നു, വെളിയിൽ നോക്കുമ്പോൾ രാവും പകലും തിരിച്ചറിയുന്നു, വീട്ടുകാരുടെ ഫോട്ടോസ് കാണുന്നു, അവരെവിടെ കിടക്കുന്ന, അവരാരാണെന്നൊക്കെയുള്ളത് അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ബോർഡ്. അത് ഞങ്ങളുടെ ICUയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ്. അതുകൂടാതെ പിന്നെ ഉള്ളത്, ഞങ്ങളെ ഈ പേഷ്യൻറ്റ് സംസാരിക്കാൻ കഴിവില്ലെങ്കിൽ പല പേഷ്യൻസും വയലൻ്റ് ആകുന്നത് അവർക്ക് സീവിയറായിട്ട് ഇപ്പം മൂത്രം ഒഴിക്കണം, അല്ലെങ്കിൽ നെഞ്ചുവേദനയുണ്ട്, തലവേദന ഉണ്ടെങ്കിൽ അവർക്കത് എക്സ്പ്രസ് ചെയ്യാനുള്ള പറ്റുന്നില്ല, ഫേസ് ചെയ്യാനുള്ള പ്രോബ്ലം ഉണ്ട്. സോ ഞങ്ങളതിന് വേറെ ഒന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ബോർഡ് എന്ന് പറഞ്ഞ് സാധാരണയുള്ള 10 പ്രശ്നങ്ങൾ മലയാളത്തിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എഴുതി വെക്കും. അതിലിപ്പം ഉദാഹരണത്തിന് തലവേദന എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റ് സംസാരിക്കാൻ പറ്റത്തില്ല, പ്രോബ്ലം ഇല്ല, വിരൽ വെച്ച് അവിടെ നിന്ന് തൊട്ടാൽ മതി. തലവേദനയുള്ള ആ ലൈനിൽ ഇന്ന് ഐപാഡിനകത്ത് ഡൗൺലോഡ് ചെയ്യുന്നൊരു ആപ്പും കിട്ടും. അത് വെച്ചിട്ട് പേഷ്യൻ്റ് ഇഷ്ടമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. പേഷ്യൻ്റ് അവിടെ തൊട്ടാൽ മതി, അന്നേരം നമുക്ക് മനസ്സിലാവും പേഷ്യൻ്റ് ദാഹിക്കുന്നു, തലവേദന എടുക്കുന്നു. സോ കമ്മ്യൂണിക്കേഷൻ ബോർഡ്, ഓറിയൻറ്റേഷൻ ബോർഡ്, റൂമിൻ്റെ ലേ ഔട്ട് കംപ്ലീറ്റ്ലി ഞങ്ങൾ മാറ്റുന്നു. അങ്ങനത്തെ ഒരു റീഹാബിലിറ്റേഷൻ ബോർഡ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഏറ്റവും പ്രധാനം, ഞങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് വന്ന് കാണാൻ എൻകറേജ് ചെയ്യും. അതാണ് ഏറ്റവും പ്രധാന ഓറിയൻറ്റേഷൻ കൊടുക്കുന്നത്. സാധാരണ നമ്മളൊരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 to 3 അല്ലെങ്കിൽ 3 to 4 ടൈമിൽ ഏതെങ്കിലും ഒരു ബൈസ്റ്റാൻഡറെ മാത്രം കയറി കാണുക എന്നുള്ളതാണ് സാധാരണ ഏതൊരു ICUവിലും അല്ലെങ്കിൽ ഏതൊരു ക്രിട്ടിക്കൽ കെയറിലും നമ്മൾ സാധാരണ കാണുന്ന ഒരു സിറ്റുവേഷൻ. അത് പോരാന്ന് തന്നെയാണ് ഞാൻ ഇപ്പം ഇത്രയും പറഞ്ഞത്. സോ ഇടയ്ക്കെപ്പോഴും പേഷ്യൻറ്റിനെ കൺഫ്യൂസ് ചെയ്യാൻ ഞാൻ ആദ്യം ചെയ്യുന്നത് പേഷ്യൻ്റ് റിലേറ്റീവ്സിൻ്റെ വരാൻ പറയും. പേഷ്യൻ്റ് റിലേറ്റീവ്സ് വരുമ്പോൾ അന്നേരം പേഷ്യൻ്റ് കാമാവും. എൻ്റെ തന്നെ റിലേറ്റീവ്സ് ഞാനത് കണ്ടിട്ടുണ്ട്. ആ ചേഞ്ച് ഡ്രാസ്റ്റിക് ചേഞ്ചാണ്. സോ അത് ഒരു ആസ്പെക്റ്റ് ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പേഷ്യൻറ്റിനെ വെളിക്കൊണ്ടുവരിക. പിന്നെ ഞങ്ങളുടെ ഒരു മെയിൻ റീഹാബിലിറ്റേഷൻ എയിം എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ്. സോ എത്രയും പെട്ടെന്ന് മറ്റേ ന്യൂറോളജിക്കൽ കണ്ട് സ്റ്റേബിൾ ആണെങ്കിൽ ഇവരെ ഞങ്ങൾ ലിഫ്റ്റ് ചെയ്ത് വീൽ ചെയറിൽ എഴുതിയിട്ട് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എടുക്കുന്നു, ചെസ്റ്റ് ഫിസിയോതെറപ്പി കൊടുക്കുന്നു, ന്യൂമോണിയ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി, പ്രഷർ സോഴ്സ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന വെസ്റ്റേൺ വേൾഡിൽ കിട്ടാവുന്ന ബെസ്റ്റ് എയർ മാട്രസ് 8.5 ഇഞ്ചിൻ്റെ എയർ മാട്രസാണ് ഞങ്ങൾ ഇടുന്നത്, 8.5 ഇഞ്ചസ്. അതിൽ എയർ മാട്രസിലിടും, പേഷ്യനെ കിടത്തുന്നു, എവറി 2 hours ചേഞ്ച് ചെയ്യുന്നു. വൾണറബിളായിട്ടുള്ള ഉപ്പൂറ്റിയുടെ ബാക്കിൽ തലയുടെ അവിടൊക്കെയാണെങ്കിൽ ജെൽ പാഡ്സ് വെക്കുന്നുണ്ട്. പേഷ്യൻ്റ് വെറ്റൈൽ ഓൾസോ അങ്ങനെ ഇൻറ്റൻസീവ് കെയർ കൊണ്ട് പ്രഷർ സോർ കംപ്ലീറ്റ്ലി വരാതെ ഞങ്ങൾ നോക്കുന്നുണ്ട്. ബ്ലാഡ് മാനേജ്മെൻറ്റ്, ബ്രവൽ മാനേജ്മെൻറ്റ്, പിന്നെ പേഷ്യൻസിൻ്റെ കൺട്രാക്ചേഴ്സ് വരാതിരിക്കാനും മസിൽ സ്റ്റിമുലേറ്റിനും പേഷ്യൻസിനാവുന്നത്ര അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചും മറ്റേ ബാക്കി ആക്റ്റീവ് അസിസ്റ്റർ എന്ന് പറയും, ആക്റ്റീവ് അസിസ്റ്റഡ് എക്സസൈസസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പിന്നെ സ്പീച്ച് തെറാപ്പീസ് ഉണ്ട്, സ്പീച്ച് തെറാപ്പി ചെയ്യുന്നു. അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് കെയർ, സ്പീച്ച് തെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, ഫിസിയോതെറാപ്പി, സോളോയിങ് അസസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. സൈക്കോളജിസ്റ്റ് വന്നിട്ട് അവരുടെ ഡിപ്രഷൻ പോലെ 1/3 ഓഫ് പേഷ്യൻസ് സീവിയർ ഡിപ്രഷൻ ഉണ്ട് സ്ട്രോക്ക് കഴിയുമ്പോഴത്തേന്. പിന്നെ ഫാമിലി, അങ്ങനെ ഒരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ച് വെളിയിലത്തെ അതേ സിസ്റ്റം ഞങ്ങളിപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ പിന്നെ നമ്മൾ പറഞ്ഞാലും എത്രയും പെട്ടെന്ന് ICU ഇറക്കുക എന്നുള്ള അടുത്ത ടാർഗറ്റ്. ഇതേ മുമ്പ് പറഞ്ഞാൽ വളരെ കളർഫുള്ളായിട്ട്, വളരെ ഒരു ഫ്രണ്ട്ലി ആയിട്ട്, ഒരു ഹോസ്പിറ്റലിന് തോന്നിക്കാത്ത രീതിയിലുള്ള റൂമാണ് ഞങ്ങളുടെ റീഹാബിലിറ്റേഷൻ വാർഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത്. സോ അവിടെ പേഷ്യൻ്റ് ഫ്രണ്ട്ലി ആയിട്ട്
യൂഷ്വലി ഇപ്പം പല പേഷ്യൻസ് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് ഡിസ്ചാർജ് ചെയ്യരുത്. ഞങ്ങളുടെ വലിയൊരു സെയിം സിസ്റ്റം 2 to 3 months പേഷ്യൻ്റ് റീഹാബിലിറ്റേഷൻ വാർഡിൽ കഴിയുന്നു. പേഷ്യൻ്റ് വരുന്ന ആദ്യത്തെ ദിവസം തന്നെ അഭിലാഷ് പറഞ്ഞു ഞങ്ങൾ 2 പേരെ സെലക്ട് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ നിങ്ങളാണ് പേഷ്യൻസിനെ കയറാൻ പോകുന്നത്. അവരെ ചെസ്റ്റ് ഫിസിയോതെറപ്പി, ലിം ഫിസിയോതെറപ്പി, പ്രഷർ സോർ മാനേജ്മെൻറ്റ്, ഹാൻഡ്ലിംഗ് ടെക്നിക്സ് എല്ലാം ആദ്യത്തെ ദിവസം മുതലേ പഠിപ്പിക്കുന്നു. സോ പേഷ്യൻ്റ് വീട്ടിൽ പോകാറായ ഒരു 2 to 3 months ആകുമ്പോഴത്തേന് ഫാമിലി വളരെ എക്സ്പേർട്ടാണ് അവരെ മാനേജ് ചെയ്യാൻ. വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ തെറാപ്പിസ്റ്റിനെ പേഷ്യൻ്റ് വീട്ടിൽ വിടുന്നു. അവർ പോയിട്ട് ആ വീട് വീൽ ചെയർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ അതിന് റാമ്പ് അഡ്വൈസ് ചെയ്യുന്നു, ബാത്റൂമിൽ വീഴാതിരിക്കാനുള്ള റെയിൽസ് പിടിപ്പിച്ച് കൊടുക്കുന്നു, പിന്നെ ആൻറ്റി സ്കിഡ് മാറ്റ്സ് കൊടുക്കുന്നു, ലോ ഫ്ലോർ അൾട്രാ ലോ ഫ്ലോർ ബെഡ്സ് അറിയുക. അങ്ങനെ വീട് കംപ്ലീറ്റ്ലി സെറ്റപ്പ് ചെയ്തിട്ട് ഫാമിലിയും ട്രെയിൻ ചെയ്തിട്ട് ഒരു സ്മൂത്ത് ട്രാൻസിഷനാണ് ICU to ward to home. അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഈ പേഷ്യൻസിൻ്റെ കെയർ ശരിയാവുന്നുണ്ടെന്ന് അറിയാൻ വൺസ് എ വീക്ക് ഞങ്ങളുടെ നേഴ്സിംഗ് സ്റ്റാഫിനെ അവിടെ വിടുന്നു. അവർ നേഴ്സിംഗ് കാര്യങ്ങൾ ട്യൂബ്സ് എല്ലാം മാറ്റുക എല്ലാം നോക്കുന്നുണ്ട്. വൺസ് എ വീക്ക് ഫിസിയോതെറപ്പിസ്റ്റ് പോയിട്ട് ഈ കെയറും ഫാമിലിയും ചെയ്യുന്ന തെറാപ്പി കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടി സൂപ്പർവൈസ് ചെയ്ത് ടെക്നിക്ക് പെർഫെക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൺസ് എ മന്ത്, വൺസ് ഇൻ 3 months തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ കൊണ്ടുവരാറുണ്ട്. സോ ഒരു സ്മൂത്ത് ട്രാൻസ്മിഷൻ ഫ്രം ICU ടു കെയർ. പിന്നെ ഈ പേഷ്യൻസ് ഞങ്ങൾ ഒരിക്കലും ഡിസ്ചാർജ് ചെയ്തില്ല. ലൈഫ് ലോങ് അവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. സോ ലൈഫ് ലോങ് എപ്പം വേണേൽ അവർക്ക് പ്രോബ്ലം ഉണ്ടായി അവർക്ക് തിരിച്ച് ഹോസ്പിറ്റലിൽ വരാം, അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കാം. ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങൾ അങ്ങോട്ട് വിട്ടിട്ട് ഒരു ലൈഫ് ലോങ് കെയർ ആണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഒരു പ്രധാന കാര്യം ചെറുപ്പക്കാർക്കുള്ള വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ. ഇവരുടെ എംപ്ലോയേഴ്സായിട്ട് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്തിട്ട് അവർക്ക് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയിട്ട് ഗെറ്റ് ദം ബാക്ക് ഇൻ ടു വർക്ക്. അതാണ് ഏറ്റവും പ്രധാനം ഇന്ന് കേരളത്തിൽ. തീർച്ചയായിട്ടും അതിലേക്ക് തന്നെ തിരിച്ചു പോകാം. ചെറിയൊരു ഇടവേളയിലൂടെ പോകേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് റീഹാബിലിറ്റേഷൻ മെഡിസിനെ കുറിച്ചാണ്. സാർ, നമ്മൾ റീഹാബിലിറ്റേഷൻ മെഡിസിനെ കുറിച്ച് പറഞ്ഞു, പല ആസ്പെക്ട്സ് പറഞ്ഞു. അതായത് ഹോസ്പിറ്റലിൽ ICUവിൽ നിന്ന് റൂമിലേക്ക് മാറുന്നു, ആ റൂമിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു സ്മൂത്ത് ട്രാൻസിഷനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. അതായത് പേഷ്യൻ്റ് ഒരു പക്ഷേ 2-3 മാസം ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്ത് ഫിസിയോതെറാപ്പി എല്ലാം ചെയ്ത് അല്ലെങ്കിൽ ഒക്കുപേഷണൽ തെറാപ്പിയും സ്പീച്ച് തെറാപ്പിയും ഒക്കെ കഴിഞ്ഞ് പോകുമ്പം ഏറെക്കുറെ ഒരു പാർഷ്യലി ഡിസേബിൾഡ് എന്നൊരു അവസ്ഥയിലായിരിക്കും പലപ്പോഴും വീട്ടിൽ ചെല്ലുന്നത്. അവർക്ക് തന്നെ ചിലപ്പം തന്നെത്താൻ വീൽ ചെയറിൽ കൊണ്ട് ബാത്റൂമിൽ പോകാൻ സാധിക്കും, അല്ലെങ്കിൽ ഡൈനിങ് ഹാളിൽ വരാൻ സാധിക്കും, അല്ലെങ്കിൽ മരുന്നുകൾ എടുത്ത് കഴിക്കുന്ന ടേബിളിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ എത്രത്തോളം നമുക്ക് സ്കോപ്പ് ഉണ്ട് കേരളത്തിൽ, അത് എത്രത്തോളം പ്രാക്ടിക്കലി നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയിൽ? കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ എന്നുള്ളത് WHO ഒരു പ്രധാന പ്രോഗ്രാമാണ്. വെസ്റ്റേൺ കൺട്രീസിൽ പേഷ്യൻസിൻ്റെ വീട്ടിലത്തെ കെയർ അതിൻ്റെ ചിലവ് മുഴുവൻ വഹിക്കുന്ന ഗവൺമെൻറ്റാണ്. കേരളത്തിലും ഇന്ത്യയിലും മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലും ഒരു പേഷ്യൻറ്റിന് ഒരു അംഗവൈകല്യം, ഒരു സ്ട്രോക്ക് മുതലായ വരുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ചിലവും ആ പേഷ്യൻറ്റിൻ്റെ ഫാമിലിക്ക് അത് നേരിടേണ്ടി വരുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഞാൻ മുമ്പേ സംസാരിച്ച പോലെ വെളിയിൽ നിന്ന് അവർക്കുള്ള എക്സ്ട്രാ എക്സ്പെൻസസ് കുറയ്ക്കുക. അതാണ് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ. അറ്റ് ദ സെയിം ടൈം ക്വാളിറ്റിയും കുറയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒന്നാമത്തെ ദിവസം പോലെ പേഷ്യൻറ്റിൻ്റെ ഫാമിലിയെ പഠിപ്പിക്കണം. ആ പേഷ്യൻ്റ് എങ്ങനെ നോക്കേണ്ടത്, കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആദ്യമേ കണ്ടുപിടിക്കാൻ ഞങ്ങളെ അറിയിക്കാം. കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആണ് ഇന്ന് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഏറ്റവും ആവശ്യം. ഫൈനാൻഷ്യലായിട്ട് സസ്റ്റൈനബിളായിട്ട് അത് മാത്രമേ പറ്റത്തുള്ളൂ. എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മളെപ്പോഴും വെസ്റ്റേൺ എക്യുപ്മെൻറ്റ്സ് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഉദാഹരണത്തിന് വീൽ ചെയർസ്, വെസ്റ്റേൺ വീൽ ചെയർസ് നമ്മുടെ ഇവിടുത്തെ സ്റ്റെപ്പുള്ള ഭൂമിയിലും കുന്നും മലയായിട്ട് കിടക്കുന്ന സ്ഥലത്തും അല്ലെ നമ്മുടെ വെള്ളമുള്ള പാടമുള്ള ഏരിയയിലും വെസ്റ്റേൺ വീൽ ചെയർസ് ഇവിടെ കൊണ്ടുവന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇന്ത്യൻ കണ്ടീഷൻസിനായിട്ടുള്ള ഇന്ത്യൻ വീൽ ചെയർസ്, ഇന്ത്യൻ വാക്കിംഗ് എയ്ഡ്സ് എല്ലാം നമ്മൾ ലോ കോസ്റ്റായിട്ട് ലോക്കലി മാനുഫാക്ചർ ചെയ്തിട്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ലോക്കൽ കമ്പനീസ് ഇപ്പം കോൺടാക്ട് ചെയ്തിട്ട് ലോ കോസ്റ്റിൽ എക്യുപ്മെൻറ്റ്സ് പേഷ്യൻസ് കൊടുക്കുന്നു, ഫാമിലിയെ ട്രെയിൻ ചെയ്യുന്നു. അങ്ങനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ ആണ് ഇന്ന് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് മാത്രമേ സസ്റ്റൈനബിൾ ആയിട്ട് ഒക്കത്തുള്ളൂ, ലോങ് ടേം ആയിട്ടുള്ളൂ.
തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളറിയാം ഒരു വീട്ടിലൊരു ഗൃഹനാഥൻ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഹോസ്പിറ്റലിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, അദ്ദേഹം അതിൻ്റെ മെഡിസിൻസിനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു വലിയ എമൗണ്ട് ഈ ഫാമിലിയിൽ നിന്ന് ചിലവായിട്ടുണ്ടാകും. ഈ ഒരു ലോങ് ടേം ഇതുപോലെയുള്ളൊരു മെഡിക്കൽ കെയർ നമുക്കറിയാം, കേരളം പോലെയുള്ള ഇന്ത്യ പോലൊരു രാജ്യത്ത് വെസ്റ്റേൺ കൺട്രീസിൻ്റെ അത്രയും മെഡിക്കൽ എക്സ്പെൻസ് ഇല്ലെങ്കിൽ കൂടിയും ഇവിടെയും മെഡിക്കൽ എക്സ്പെൻസ് ഒരു ഹയർ സൈഡ് തന്നെയാണ്. അപ്പോൾ ഇത്തരം മെഡിക്കൽ എക്സ്പെൻസ് ഇത്ര ഹയർ ആവുന്ന ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഈ പേഷ്യൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റും? വളരെ സാധാരണക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അതിനോട് എന്താണ് ഡോക്ടർക്ക് പ്രതികരിക്കാനുള്ളത്? ഞാൻ പറഞ്ഞ 2 സജഷൻസിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഒന്ന്, ഫാമിലിയെ പഠിപ്പിക്കുക. കാരണം ഒരു തെറാപ്പിസ്റ്റ് വീട്ടിൽ വന്ന് ഒരു മണിക്കൂർ തെറാപ്പി അല്ലെ 2 മണിക്കൂർ തെറാപ്പി ചെയ്ത് 500 രൂപ അവർക്ക് കൊടുക്കേണ്ടിയ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് സെറ്റപ്പ് നമ്മുടെ കേരളത്തിൽ ബഹുഭൂരിപക്ഷം പേഷ്യൻസിന് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫാമിലിയെ പഠിപ്പിക്കുക. എക്യുപ്മെൻറ്റ്സ് ഇമ്പോർട്ട് ചെയ്യരുത്. അത് കോസ്റ്റ് കൺവേർട്ട് ചെയ്യുമ്പം ഇന്ത്യൻ കണ്ടീഷനിൽ അഫോർഡബിൾ അല്ല. ലോക്കൽ മാനുഫാക്ചേഴ്സിനെ കൊണ്ട് ലോ കോസ്റ്റായിട്ട്, അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ വെല്ലൂരാണ്. അവർ വളരെയധികം എക്യുപ്മെൻറ്റ്സ് ഇന്ത്യൻ രീതിയിൽ അതുണ്ടാക്കി. WHO വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ടെക്നോളജി ഡെവലപ്മെൻറ്റ് സെൻറ്ററായിട്ട് വെല്ലൂർ റീഹാബിലിറ്റേഷൻ യൂണിറ്റിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ പോയി അവരുടെ ആ ടെക്നോളജി കണ്ട് ഞങ്ങൾ സെയിം തിങ് കേരളത്തിൽ എക്യുപ്പ് ചെയ്യേണ്ടതാണ്. പിന്നെ നഴ്സിംഗ് കെയറിനുള്ള ഞങ്ങളിപ്പം കിംസിൽ ചെയ്യുന്നത്, ഞാൻ മിക്ക പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവരോട് പറയും, നിങ്ങൾ ലോക്കൽ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് പാലിയേറ്റീവ് ടീമുമായിട്ട് ഈ പേഷ്യൻറ്റിനെ രജിസ്റ്റർ ചെയ്യണം. സോ കത്തീറ്റർ മാറ്റുക, ട്യൂബ്സ് മാറ്റുക, പ്രഷർ മാറ്റുക, നഴ്സിംഗ് കെയറിന് അതെല്ലാം ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് പാലിയേറ്റീവ് ടീം ഇവരുടെ വീട്ടിൽ ചെന്ന് ഇവരെ കെയർ ചെയ്യും. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കുറയ്ക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ മിഡിൽമെന്നെ മാറ്റിക്കൊണ്ട് എക്യുപ്മെൻറ്റ്സ് എല്ലാം ഞങ്ങളിപ്പം ഗെയിംസ് ചെയ്യുന്നത് ഡയറക്റ്റ് ഫ്രം ദ കമ്പനി സ്ട്രൈറ്റ് ടു ദ പേഷ്യൻറ്റ്. മിഡിൽമെൻ അതിൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ ഞങ്ങൾ പെർമിറ്റ് ചെയ്യാറില്ല. സോ പല രീതിയിൽ നമുക്ക് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ഇപ്പം കുറയ്ക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഡോക്ടർ തിരക്കേറിയ സമയം പീപ്പിൾ ടിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റീഹാബിലിറ്റേഷൻ മെഡിസിനെ കുറിച്ചും അതുപോലെ തന്നെ എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് നമുക്ക് അഫോർഡബിൾ ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ചും വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനിയൊരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം ഹലോ ഡോക്ടർ പീപ്പിൾ മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി തിങ്കളാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.